ഹലോ സുഹൃത്തുക്കളെ, നമസ്കാരം. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മുടെ വീട് നിർമ്മാണ മേഖലയിൽ ഏറ്റവും അനിവാര്യമായ ഒരു വസ്തുവായിരുന്നു മരം ഈ അടുത്ത കാലം വരെ. എന്നാൽ കുറച്ച് കാലങ്ങളായിട്ട് എങ്ങനെയും ഒഴിവാക്കപ്പെടാവുന്നൊരു വസ്തുവായിട്ട് മരം മാറ്റപ്പെട്ടിരിക്കുന്നു. എന്തായിരിക്കും ഇതിൻ്റെ കാരണം? അതൊന്ന് ചോദിച്ചറിയാം. പോകാം വീഡിയോയിലേക്ക്. നമസ്തേ. നമസ്തേ. നമ്മുടെ വീട് നിർമ്മാണ മേഖലയിൽ ഈ അടുത്ത കാലം വരെ മരം കൊണ്ട് ചെയ്തിരുന്ന വസ്തുക്കൾക്ക് പകരമായിട്ട് ഒരുപാട് പുതിയ സബ്സ്റ്റിറ്റ്യൂട്ട് മെറ്റീരിയലുകൾ മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഗാൽവനൈസ്ഡ് അയൺ, PVC, UPVC, അലുമിനിയം തുടങ്ങിയ വസ്തുക്കളെല്ലാം. ഈ വസ്തുക്കളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മരത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഗുണങ്ങൾ എന്താണെന്നുള്ളത് ചുരുങ്ങിയ വാക്കുകളൊന്ന് പറഞ്ഞുതരാൻ പറ്റും? ഒരു നിർമ്മാണ സാമഗ്രി എന്ന നിലയിൽ പൂർണ്ണമായും പ്രകൃതിദത്തമാണ് മരം. പ്രകൃതിയിൽ നേരിട്ട് ഉപയോഗിക്കാൻ പറ്റിയതൊന്നും നമുക്ക് ഹാനികരമല്ല. മാത്രമല്ല അത് റീയൂസബിളാണ്. മരത്തിന് പകരമെന്ന് അതിൻ്റെ നിർമ്മാതാക്കൾ അവകാശപ്പെടുന്ന മറ്റു വസ്തുക്കൾ താരതമ്യം ചെയ്യുന്നത് മരത്തിനോടാണ്. ഏത് വസ്തുവിനോടാണ് താരതമ്യം ചെയ്യുന്നത് ആ വസ്തു മികച്ചതാണെന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്. അതായത് നല്ല മൂപ്പുള്ള മരം കിട്ടാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ മരത്തിനുള്ള സബ്സ്റ്റിറ്റ്യൂട്ട് മെറ്റീരിയൽ കൊണ്ട് വർക്ക് ചെയ്യാനായിട്ട് ഇടയായത് എന്നുള്ളത് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമ്മുടെ മരവിപണിയിൽ, നമ്മുടെ നാട്ടിലുള്ള മരവിപണിയിൽ മൂപ്പുള്ള മരം കിട്ടാത്തൊരു സാഹചര്യം നിലവിലുണ്ടോ യഥാർത്ഥത്തിൽ? ഒരിക്കലും ശരിയല്ല. നമ്മുടെ തടി വിപണിയിൽ അങ്ങനെ ഒരു സാഹചര്യമില്ല. മുൻകാലങ്ങളിൽ വീട് പണിക്ക് ആദ്യം മരം വാങ്ങി അറുത്ത് ഉരുപ്പിഴ വയ്ക്കായിരുന്നു. ഇന്നത്തെ കാലത്ത് നമുക്ക് ആവശ്യമായ മരം കണ്ടെത്തി അറുത്ത് ഉരുപ്പിടിയാക്കി വയ്ക്കാനുള്ള മനസ്സില്ലായ്മയും സമയമില്ലായ്മയാണ് ഈ പ്രശ്നത്തിന് കാരണം.